സപ്ലൈകോയുടെ സർക്കുലർ ഈ മാധ്യമങ്ങളെ ഒന്നും കയറ്റരുത്, മാവേലി സ്റ്റോറി കയറുന്ന ശ്രീറാം വെങ്കിട്ടരാമൻ ഒരു സർക്കുലർ ഇറക്കി. ഇത് സർക്കാരിന്റെ നയമാണോ? അല്ല, എല്ലാ ഓഫീസിലും ഒരു അനുവാദത്തോട് കയറുക എന്നുള്ളതാണ് നമ്മൾ ശീലിച്ചിട്ടുള്ള രീതി. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് എന്താ, ഓൺലൈൻ മാധ്യമം എന്ന് പറഞ്ഞാൽ ആർക്കും എവിടെയും എന്ത് അനാവശ്യവും എന്ത് വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളും പ്രചരിപ്പിക്കുന്ന ഒരു അവസ്ഥയായി വന്നിരിക്കുകയാണ്. അത് ആരെ സഹായിക്കാനും? ഇപ്പോൾ മാധ്യമങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള വിമർശനം വരുന്നതിനെല്ലാം നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ അത് നമ്മളൊരു സ്ഥാപനത്തെ കുറവുകൾ ചൂണ്ടിക്കാണിച്ച് മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ്. എന്നാൽ അതിനെ നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള അവസ്ഥ വന്നതുകൊണ്ടാണ്. നിങ്ങൾ കണ്ടില്ലേ, എത്രയോ നാളായിട്ട് ഇതെല്ലാം പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരുന്ന ഒരു ഓഫീസും ഒരു സ്ഥാപനങ്ങളുമായിരുന്നു. അപ്പോൾ അത് അനുവാദം വാങ്ങിച്ചിട്ട് അവിടെ എടുക്കുന്നതിനൊന്നും ആരും എതിരല്ല, ഗവൺമെന്റിനും അതിനെതിരൊന്നുമില്ല. ഞാൻ ഉദ്ഘാടന സ്ഥലങ്ങളിലെല്ലാം തന്നെ എല്ലാ ഉൽപ്പന്നങ്ങളും എല്ലാം എടുത്ത് പരിശോധിക്കാനും കാണാനും കഴിയുന്ന അവസരമല്ല നൽകുന്നത്. അത് നാളെയും എല്ലാ മാധ്യമങ്ങൾക്കും ജസ്റ്റ് അതിൻ്റെ ഒരു അനുവാദത്തോട് കയറുന്നത് പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ അനുവാദമില്ലാതെ മാധ്യമമെന്ന് പറഞ്ഞ് വരുന്ന എല്ലാവരെയും അങ്ങനെ കയറി ഇറങ്ങാൻ കഴിയുന്ന ഒരു അവസരം നൽകിയാൽ അത് ആ സ്ഥാപനത്തെ തകർക്കുന്ന സ്ഥിതി വരും. അതുകൊണ്ടാണ് അങ്ങനെ പോയത്. ഈ സപ്ലൈകോയുടെ ഈ ടെൻഡറിംഗ് പ്രശ്നം എന്ന് പരിഹരിക്കുക, എല്ലാം പരിഹരിക്കും. നിങ്ങൾക്ക് ആശാവകമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ ഒരു പൊതുമേഖലാ സ്ഥാപന നടപടിക്രമങ്ങൾ, ആ നടപടിക്രമങ്ങൾ പാലിച്ചു വരേണ്ടുന്ന കാലതാമസമേ ഉള്ളൂ. ഞാൻ കൃത്യമായിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നില്ല, പക്ഷേ അടുത്ത മാസം ആദ്യത്തോടുകൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ഉൽപ്പന്നങ്ങളും നമുക്ക് അവിടെ എത്തും. ഈ ഡിസ്കൗണ്ട് സ്കീമിനോട് കരാറുകാർ സഹകരിക്കാത്തതിനെ പറ്റി അതൊക്കെ പറയുന്നേ, അവർ തന്നെ എഴുതുന്ന കത്തുണ്ടല്ലോ സഹകരിക്കാന്ന്. നമുക്ക് അത് ഏത് നിലയിലായാലും അവർക്ക് കൊടുക്കാനുള്ള കാശ് കൊടുത്തുകൊണ്ട് തന്നെ ആ നിലപാടിലേക്ക് എത്തും. ഈ ടെൻഡറിംഗിലേക്ക് പോകണമെങ്കിൽ അടിയന്തര 86 കോടി രൂപ കിട്ടണമല്ലോ സർക്കാരിന്, അതിന്റെ വല്ല നടപടികളായി? അത് നടപടിയിലാണ്. ഗവൺമെന്റ് അനുവദിച്ചു, ധനകാര്യ വകുപ്പ് ക്ലിയറൻസ് കൊടുത്തു, ആ നടപടിയിലാണത്.